പറഞ്ഞാൽ നമ്മൾ സവാള ഒരുപാട് മേടിക്കുമ്പോഴത്തേന് ഇതേപോലെ കിടന്ന് അഴുകിപ്പോവും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മുകളിലുള്ള തൊലി ഒന്ന് കളഞ്ഞിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് സവാളയൊക്കെ നമ്മൾ മേടിച്ചിടുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും. അപ്പോൾ ഇതേപോലെ മുകളിലത്തെ തൊലിയൊന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇട്ടാൽ എത്ര നാൾ വേണേലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ ഇതേപോലെ പച്ചക്കറി ആണെങ്കിലും സവാള ആണെങ്കിലും എന്ത് തൊലിച്ച് എടുക്കുമ്പോഴത്തേനും ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇടുക. അപ്പോൾ നമുക്ക് ആ ചവറുകളൊന്നും ടൈൽസിലൊന്നും ആകാതെ തന്നെ വൃത്തിയായിട്ട് നമുക്ക് കൊണ്ട് കളയുകയും ചെയ്യാം. ടൈൽസ് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. പേപ്പറോടെ നമുക്ക് ചുരുട്ടിക്കൊണ്ട് കളയുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ തൊലിച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പം കേടുകൂടാതെ തന്നെ സവാള ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ കണ്ടോ, വേസ്റ്റ് ഇതേപോലെ ചുരുട്ടി നമുക്ക് പേപ്പറോടെ കൊണ്ട് കളയുകയും ചെയ്യാം. അപ്പോൾ എന്ത് അരിഞ്ഞാലും നമ്മൾ ഇതേപോലെ പേപ്പറിനകത്ത് എടുക്കുക. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സവാള കണ്ണരിയാതെ അരിയണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം എടുത്തിട്ട് അരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഒട്ടും കണ്ണരിയാതെ തന്നെ സവാള അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ഫ്രിഡ്ജില്ല എങ്കിൽ സവാള ഉലിച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് നേരം വെള്ളത്തിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സവാള അരിഞ്ഞെടുത്താൽ നമുക്ക് കണ്ണെരിയാതെ തന്നെ സവാള അരിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള കുപ്പിയിലൊക്കെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇട്ട് വയ്ക്കാൻ ഒക്കത്തില്ല. ആ സ്മെല്ല് കാരണം, അച്ചാറിൻ്റെ സ്മെല്ല് കാരണം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുപ്പി കഴുകിയതിന് ശേഷം കഴുകി ഉണക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറിലോ ഒരു സ്വല്പം വെള്ളം കുടഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് വെച്ചിട്ട് കുപ്പി അടച്ച് വയ്ക്കുക. അപ്പം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി. അപ്പം നമുക്ക് ആ സ്മെല്ല് പോയിട്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും കിട്ടുക. അച്ചാറിന് ആ സ്മെല്ല് പോയി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ഇട്ട് വയ്ക്കാം.